ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. കാനഡയിൽ കഴിഞ്ഞ ഒരു 2018 to 25 എനിക്ക് കിട്ടിയൊരു ഫിഗർ അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് 500 സ്റ്റുഡൻസ് either they had natural death or committed suicide or they were missing and later they found to be dead. അപ്പോൾ അതൊരു വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. ഇതിൽ ഡസൻ കണക്കിന് മലയാളികളും ഉൾപ്പെടും. ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവരുടെ ബോഡി നാട്ടിലോട്ട് അയക്കാൻ വേണ്ടിയൊക്കെ ഫണ്ട് കളക്ഷനൊക്കെ ചെയ്യൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി. മിക്കവാറും ആൾക്കാരുടെ ഡെഡ് ബോഡി നാട്ടിലോട്ട് അയക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലവരുടെ കേസിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ബുദ്ധിമുട്ടോ മറ്റുള്ള ഇഷ്യൂസൊക്കെ കാരണം ചിലപ്പോൾ ഇവിടെ തന്നെ മറവ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴത്തേക്ക് പഠിത്തത്തിൻ്റെ പ്രഷർ, അസൈൻമെൻറ്റ്സ് തീർക്കണം, പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കണം, ഭക്ഷണം സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, താമസത്തിൽ മറ്റുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരും. കോളേജിൻ്റെ എൻവയോൺമെൻറ്റിൽ ഭാഷൻ്റെ പ്രശ്നം വരും. ഫ്രണ്ട്സ് ഇല്ല, കൂടുതലും ബന്ധുക്കളുടെ ആരും ഇമോഷണൽ സപ്പോർട്ടില്ല. എല്ലാം ഭയങ്കരമായൊരു മാറ്റങ്ങൾ. ഇതിനൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനാണെങ്കിൽ ഇനിയും ഒരുപാട് അത് സ്ട്രെസ്ഫുള്ളാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റി ഒന്നും കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല. ബട്ട് എങ്കിലും ജനറലായിട്ട് ഈ വീഡിയോ വഴി ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ കുറച്ചുകൂടി ഈ കാര്യങ്ങളൊന്ന് റിവ്യൂ ചെയ്തിട്ട് അതിന് പറ്റുന്ന കുറച്ച് ടിപ്സ്, അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് ഉപകാരമായേക്കാം. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്യാതെ എനിക്കധികം പറയാനും പറ്റത്തില്ല. അപ്പോൾ എന്താ നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. താങ്ക്സ്. എന്ന് പറഞ്ഞുകൊണ്ട് കാനഡയെ പറ്റി വളരെ ഹൈ എക്സ്പെക്റ്റേഷനായിട്ട് പലരും വരുന്നത്. ഈടായിട്ടൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണും. ഒത്തിരി പേര് നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ബട്ട് മുന്നേ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. ഒരു 2 വർഷം മുന്നേ വരെ ഇവിടെ വന്നവരൊക്കെ മിക്കവാറും ഈ പറഞ്ഞ പോലെ വളരെ നല്ല പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് തന്നെ വന്നത്. കാനഡയിൽ വന്നപ്പാട് പഠിത്തം സ്മൂത്തായി നടക്കും. ഇവിടെ ഒരുപാട് മലയാളികളും ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കാനഡയിൽ ഈസിയായിട്ട് പാർട്ട് ടൈം ജോലി കിട്ടും. കാനഡയിൽ പഠിത്തത്തിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈവൻ നമുക്ക് നാട്ടിലേക്ക് വേണമെങ്കിൽ കുടുംബത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പൈസയൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചവരൊക്കെ കാണും. ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ഫുൾ ടൈം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. ചിലപ്പോൾ സമ്പാദ്യങ്ങളായിരിക്കും. PR, സ്റ്റുഡൻറ്റ് വിസ സ്റ്റാറ്റസും PR-ഉം വർക്ക് പെർമിറ്റ് റിന്യൂവലും ഒക്കെ എല്ലാം പോസിബിളാണെന്നുള്ളൊരു എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയോടാണ് ആൾക്കാർ വരുന്നത്. ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി പുതിയ രാജ്യം, പുതിയ കൾച്ചർ, ഭാഷ, പല കുടുംബക്കാരുടെ ഇമോഷണൽ സപ്പോർട്ടില്ല, ഫ്രണ്ട്സില്ല, സൊസൈറ്റിയില്ല, ഒന്നും കാണാനില്ല. നമ്മളൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറും കൂടിയാണ് പിന്നെ പറയുക വേണ്ട. പിന്നെ ഇവിടുത്തെ എക്സ്ട്രീം വെതറിലൊക്കെ ബന്ധപ്പെട്ടവരെ കാര്യം അത് വേറെ, അത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാലഞ്ചസ്. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ പാവങ്ങളാണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും ലോവർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഒത്തിരി സോഷ്യൽ ഇമോഷണൽ സപ്പോർട്ട് കാണും. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ദി എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി, അതാണ് മെയിൻ ഇഷ്യൂ. ഇനി വരാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ബി പ്രൊആക്റ്റീവ്, ഡു സം ഹോംവർക്ക്. കാനഡയിൽ വന്ന് നിങ്ങളുടെ ആരെങ്കിലും അറിവിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെയായിട്ടൊന്ന് ഫോണിലൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ ഗ്രാഹ്യം. അപ്പോൾ അതൊരു റൈറ്റ് എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾ മെൻ്റലി യു മേ ബി മച്ച് മോർ പ്രിപ്പയർഡ്. ഫൈനാൻഷ്യലി ആയാലും ഏത് രീതിയിലും കുറച്ചുകൂടി പ്രിപ്പയർഡ് ആകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ ടോട്ടലി ഒരു ബ്ലൈൻഡായിട്ട് വന്നിട്ട് എന്തൊക്കെയോ കണ്ട് ആകെപ്പാടെ ഷോക്കായി സ്ട്രെസ്ഡ് ഔട്ട് ആകുന്നതിൽ നല്ലത് കുറേ കൂടി കാര്യങ്ങളെപ്പറ്റി ഒരു അത്യാവശ്യം ഒരു ഫുൾ പിക്ചർ എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ബട്ട് എങ്കിലും ഒരു അത്യാവശ്യം ഒരു പിക്ചറുമായിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റീസ് വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് കാണത്തില്ല അവിടെ. അതൊന്ന്. പിന്നെ ഇവിടെ വന്ന് ഓൾറെഡി ഇവിടെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പ്ലീസ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് റിമൈനിങ് ആസ് ഇൻട്രോവേർട്ട് ആൻഡ് സോഷ്യലി ഐസൊലേറ്റഡ്. നിങ്ങളെ കോളേജിനകത്ത് തന്നെ ചിലപ്പം മലയാളി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫ്രണ്ട്സ് സർക്കിൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. കൂടുതൽ ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ കോളേജിനകത്ത് തന്നെ ചില രീതിയിലുള്ള ഈ കൗൺസിലിംഗ് സപ്പോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോ ഇഷ്യൂസൊക്കെ വരും, ഈവൻ വിസ റിലേറ്റഡ്, സ്റ്റഡി സബ്ജക്റ്റ് റിലേറ്റഡ്, അതിനൊക്കെ ചില ഹെൽപ്പ് മിക്ക കോളേജുകളും ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് മാക്സിമം അതിന് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. കൂടാതെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒത്തിരി കാണും. ഇപ്പം മലയാളികളുടെ ഗ്രൂപ്പിൽ തന്നെ എനിക്കറിയുന്ന ചുരുങ്ങിയൊരു 10 ഗ്രൂപ്പെങ്കിലും എനിക്കറിയുന്ന ഗ്രൂപ്പുകളുണ്ട്. ചിലത് കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ പറയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന ഏരിയയിൽ താമസിക്കുന്ന ഇന്ന പ്രോഗ്രാമാണ്, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എപ്പം ചെയ്യാൻ പഠിക്കരുത്. അതുപോലെ തന്നെ നാട്ടിലുള്ള ബന്ധുക്കളുടെ അടുത്തൊക്കെ പ്ലീസ് ബി ഓപ്പൺ അബൌട്ട് ഇറ്റ്. അവർക്ക് എന്ത് തോന്നുന്നു തോന്നിയിട്ട് അവർ വിഷമിക്കുമെന്ന് തോന്നിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എല്ലാം റോസി പിക്ചർ കൊടുക്കുന്നതും ഇവഞ്ച്വലി ദാറ്റ് ക്യാൻ പുട്ട് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ യു.
കാരണം യു ആർ ഹൈഡിങ് ദ ഫാക്ട്സ്. തൽക്കാലം അവർ വിഷമിച്ചേക്കാണെങ്കിലും നിങ്ങളുടെ സത്യാവസ്ഥ അവർ അറിയുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. കാരണം ചില ക്രൈസിസ് അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നത് ആശ്വാസ വാക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പെർസെപ്ഷൻ, ഡിഫറെൻറ്റ് ഔട്ട്ലുക്കിൽ ചിലപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവരോടത്ത് കാര്യങ്ങൾ തുറന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ ഇൻ ടേംസ് ഓഫ് കരിയർ, ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോലി കിട്ടുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടാണ് കാനഡയിൽ. നാട്ടിൽ നിന്ന് ആൾക്കാർ, നിങ്ങളുടെ ഏജൻറ്റുമാർ പറയുന്ന പോലെ നല്ല സത്യാവസ്ഥ. എവിടെയെങ്കിലും ഒരു 5 വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് 500 ആളൊക്കെ പോയി കീ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും മറ്റും നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് ട്രൂ, ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ജോബ്സ് ഇൻ കാനഡ ദീസ് ഡേയ്സ് ബിക്കോസ് എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ സർപ്ലസായി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത് വോളണ്ടറി ജോബിന് പോവുക. അത് എന്ത് ജോബായിക്കോട്ടെ, എനി ടൈപ്പ് ഓഫ് ജോബ്. ഇറ്റ് ക്യാൻ ബി യു ഗോയിങ് ടു വർക്ക് ഇൻ എ ഓൾഡ് ഏജ് ഹോം. അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങും കോൺടാക്ട്സും ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ക്രമേണ മാത്രമല്ല, ഈ ബന്ധങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചില കോൺടാക്ട്സ് ആയിരിക്കും ഇവഞ്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാനും, ചിലപ്പോൾ അത് ഫുൾ ടൈമായിട്ട് വർക്ക് പെർമിറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് ഫുൾ ടൈമായിട്ട് മാറാനും. ആൻഡ് അനദർ വൺ, സോഷ്യൽ മീഡിയ. സോ ഈ സോഷ്യൽ മീഡിയ കാര്യം പറയുമ്പോഴത്തേക്ക് എക്സസീവ് യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ ഈസ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ ആൻഡ് എസ്കേപ്പ്. അങ്ങനെയുള്ള ആ സമയമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല വോളണ്ടറി വർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ആയിട്ട് ഔട്ട്ഡോർ വാക്ക്, അല്ലെങ്കിൽ ഹൈക്കിങ്, അല്ലെങ്കിൽ വിൻ്ററിലാണെങ്കിൽ മോൾ വാക്ക്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ള ആ സമയമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ടൈം യൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഇത് നിങ്ങളുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്തിനെയും നിങ്ങളുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ഓവറോൾ മെൻ്റൽ ഔട്ട്ലുക്കിനെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു വലിയൊരു കൺസേണാണ് പലർക്കും ഇപ്പോഴത്തെ ഒരു അൺസർട്ടനിറ്റി അബൌട്ട് ദിയർ എമിഗ്രേഷൻ ഫ്യൂച്ചർ. എല്ലാവർക്കും പി ആർ ആവാൻ പറ്റണമെന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാനഡയിൽ പി ആർ ആവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാനഡയിൽ ഇപ്പോൾ ഒരു 1 മില്യണെങ്കിലും ടെമ്പററി റെസിഡൻസിൽ മേ ബി അറ്റ്ലീസ്റ്റ് ഒരു 25% ആൾക്കാർ മിക്കവാറും തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ തന്നെയാണ്. ചിലപ്പം 50% വരെ പോവാം. അൺലെസ് ആൻഡ് അണ്ടിൽ കനേഡിയൻ ഗവൺമെൻറ് find some kind of magic solutions in the last minute. We don't know. അതിനെപ്പറ്റി ഒരുപാട് സ്ട്രെസ് ഔട്ടായിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫ് ഈസ് പ്രഷ്യസ്. നമുക്കിപ്പോൾ ഇവിടുന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ പോലും ഒരിക്കലും നമ്മുടെ ഈ ദൈവം തരുന്ന ജീവിതമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും നാട്ടിൽ പോയിട്ട് പലതും ട്രൈ ചെയ്യാം. നാട്ടിൽ ചിലപ്പോൾ ഫ്യൂച്ചറിലും കൂടി തിരിച്ചു വരാം. ഗൾഫ് കൺട്രീസിലോട്ട് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് പോകാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കിൽ ട്രേഡ് നിങ്ങൾക്ക് പഠിച്ചിട്ട് പിന്നെയും കാനഡയ്ക്ക് തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. ബട്ട് വാട്ട് ഈസ് ദ പോയിൻ്റ് ഇൻ ജസ്റ്റ് എൻഡിങ് യുവർ പ്രഷ്യസ് ലൈഫ്? നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. ഫൈറ്റിംഗ് ഇറ്റ് ഹാർഡ്, ദാറ്റ് ഈസ് വാട്ട് ലൈഫ് ഈസ് ഓൾ അബൌട്ട്. അതിനൊരു സ്പോർട്സ് സ്പിരിറ്റിൽ എടുത്തേ പറ്റൂ. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി ടു പ്രാക്ടീസ്, ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച്, ഐ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ, എന്താണ് വേറെ ഓപ്ഷൻ? ലൈഫിൽ എവറിത്തിങ് ഡസ് നോട്ട് ഹാപ്പൻ ദ വേ you want. What happens in your life is hardly beyond your control. നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു അതിലാണ് നമ്മളുടെ അതിലേക്ക് കാര്യങ്ങൾ കിടക്കുന്നത്, അല്ലേ? അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ദൈവം ഈസിയായി കൊടുക്കത്തില്ല. അത് ഇറ്റ്സ് എ നാച്ചുറൽ ലോ. ബട്ട് നമ്മളെ കോൺഫിഡൻസ് വിടാതെ നിങ്ങളെ കൊണ്ട് പറ്റാൻ എല്ലാ രീതിയിലുള്ള എഫേർട്സ് നിങ്ങൾ ഇട്ടിട്ടൊരു കാര്യം നടക്കുന്നില്ലെങ്കിൽ പോലും അതിൽ പിന്നെ അധികം നമ്മൾ ഒരു ടോട്ടലി ഡിജക്റ്റഡായിട്ട്, ഫ്രസ്ട്രേറ്റഡായിട്ട് ഗീവ് അപ്പ് ചെയ്യുന്നൊരവസ്ഥ, ലൈഫ് തന്നെ വേണ്ടെന്ന് ചിന്തിക്കുന്നൊരവസ്ഥ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സത്യം പറഞ്ഞാൽ മഹാമണ്ഡലത്തിലാണ്. അതിനോ പലർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അവർ അന്നെടുത്ത ഡിസിഷൻ വേണ്ടെന്ന് വെച്ചാൽ. ഇപ്പോൾ കാനഡയിൽ തന്നെ ഒരുപാട് മലയാളി കുട്ടികൾ, ചിലർക്ക് മിസ്സിംഗ് ആണെന്ന് പറയും, കുറേ കഴിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ കാണാം ഡെഡ് ബോഡി കിട്ടിയെന്ന് പറയും. ചിലവരെ മരണം അവർ ഡ്രഗ് ഓവർഡോസ്. പക്ഷെ അത് അങ്ങനെ അഡിക്റ്റഡ് ആയതാണോ അല്ല മെൻ്റൽ ഡിപ്രഷൻ വഴി എടുത്തു തുടങ്ങി അങ്ങനെ ആയതാണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നി തുടങ്ങി, ഒരുപാട് വറിയാണ്, ഒരുപാട് ഉറക്കം കിട്ടണില്ല, ഒരുപാട് ട്രബിൾ ഫുള്ളായിട്ട് തോന്നുന്നു ലൈഫ്. പലപ്പോഴും ഇവിടുന്ന് രാജ്യം വിട്ട് പോയേക്കാൻ തോന്നുന്നു, ചിലപ്പം ആരോടും സംസാരിക്കാൻ മൂടില്ലാതെന്നു, ഭക്ഷണം കഴിക്കാൻ മൂടില്ലാതാന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സൊക്കെ ലൈഫിൽ വന്നു തുടങ്ങി. നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനിലോട്ട് വീട് പോകുന്നുള്ള പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വെറുതെ പൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ പൊട്ടിക്കരയുക, ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരില്ലെങ്കിൽ നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലൊരു
മെൻ്റൽ ഹെൽത്ത് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ എന്തായാലും എടുക്കാൻ മടിക്കരുത്. കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ 1-2 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഈവൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, മിസ്റ്റർ വർഗീസ് ജേക്കബ്. അദ്ദേഹം ഈ സോഷ്യൽ വെൽബീയിങ്ങിൽ ഒരുപാട് ഈ യൂത്ത്സിൻ്റെ പ്രോബ്ലങ്ങളും മറ്റൊക്കെ ഡീൽ ചെയ്യുന്ന കനേഡിയൻ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എസ്പെഷ്യലി ഫോർ മലയാളീസിന് സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ട്രൈ ടു റീച്ച് ഫോർ സം സപ്പോർട്ട്, സം ഹെൽപ്പ്. കനേഡിയൻ ഗവൺമെൻറ്റേതായ ചില എമർജൻസി നമ്പറൊക്കെ എല്ലാ പ്രോവിൻസിലൊക്കെ കാണുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ്സ് ഓൾ എഫക്റ്റീവ്. നമ്മുടെ ലൈഫ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് കറേ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പോയിട്ട് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ആർ അലൈവ്, വി ക്യാൻ സ്റ്റിൽ ഫൈറ്റ് ഇറ്റ് ഔട്ട്. പലരും പരാജയപ്പെട്ടിട്ട് തന്നെ വീണ്ടും വീണ്ടും എഴുന്നേറ്റിരുന്ന് ഓടിയിട്ടാണ് ലൈഫിൽ വിജയിക്കുന്നത്. ബട്ട് ഡോണ്ട് ഗീവ് അപ്പ്. നിങ്ങൾ മെഡിറ്റേഷൻ വഴിയോ യോഗ വഴിയോ നിങ്ങളുടേതായ രീതിയിലുള്ള പ്രാർത്ഥന വഴിയോ എങ്ങനെയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എനിക്ക് ഇതിലൊരുപാട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് ഇതിൻ്റെ യൂസ്ഫുള്ളായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പേഴ്സൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അത്രയൊക്കെ തന്നെ എനിക്ക് ഇന്നത്തെ ഈ വീഡിയോ പറയാനുള്ളൂ. അപ്പം വേറൊരു സബ്ജക്റ്റായിട്ട് പിന്നെയും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ thanks for watching, and please if you like the video, just please share and subscribe. Thank you. Bye.